എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് പ്രത്യേകിച്ച് ഉപയോഗമൊന്നും ഇല്ലാത്തൊരു വീഡിയോ ആണ്. കാരണം ഇത് പറഞ്ഞിട്ട് എനിക്ക് ഒരു ഉപയോഗമില്ല. കാരണം എനിക്ക് ഇവിടെ രജിസ്ട്രേഷൻ ഇല്ല. ഞാൻ ഇത് കഴിഞ്ഞ ലോകത്തിലോട്ട് പോകുന്ന വ്യക്തിയാണ്. അപ്പോൾ ഞാനിത് പറയാൻ കാരണം വെച്ചാൽ നമ്മുടെ മെഡിക്കൽ സിസ്റ്റത്തിന് ടോട്ടലി ഒരു സംഘടന അങ്ങ് വിഴുങ്ങിയിരിക്കുകയാണ്. അത് പറയുന്നത് എനിക്ക് ഒരു വിരോധമില്ല. കമ്മ്യൂണിസ്റ്റ് സംഘടന SFIയുടെ ആൾക്കാരാണ് ശരിക്കും ഇതിന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു മാസം നമുക്ക് കിട്ടുന്ന സ്റ്റൈഫൻഡ് എന്ന് പറയുന്നത് കേരളത്തിൽ 50 സംതിങ് രൂപയാണ്. പക്ഷേ വാർഷികമായിട്ട് നമ്മൾ അടയ്ക്കേണ്ട ഫീസ് എന്ന് പറയുന്നത് 87,000 രൂപയാണ്. ഫസ്റ്റ് ഇയർ ഞാൻ അടച്ചത് 87,000 രൂപയാണ്. അതിൽ കുറച്ച് മിസ്ലേനിയസും കോഷൻ ഡെപ്പോസിറ്റൊക്കെ ഉണ്ട്. അത് കുറച്ചാൽ ഏകദേശം ഒരു 70 എബോവ് നമ്മൾ അടയ്ക്കേണ്ടി വരും സെക്കൻഡ് ഇയറിൽ. അത്രയ്ക്ക് സ്റ്റൈഫൻഡ് വരുന്നുണ്ടോ? ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ ഇങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ഡൽഹിയിലൊക്കെ 15,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഫീസ് അടയ്ക്കേണ്ടത് 15,000 തൊട്ട് 20,000 രൂപയാണ്. അവിടെ ഏകദേശം 1 ലക്ഷത്തിൽ പുറത്ത് സ്റ്റൈഫൻഡ് ഉണ്ട്. നമ്മളിപ്പോൾ UP പറ്റി പറയും, ഗുജറാത്തിനെ പറ്റി പറയും. UP 20,000 രൂപയ്ക്ക് അടുത്തേ ഉള്ളൂ അവിടുത്തെ ഫീസ്. അവിടെ 1 ലക്ഷത്തിന് അടുത്ത സ്റ്റൈഫൻഡ് ഉണ്ട്. ഗുജറാത്തിലതുണ്ട്, ഹരിയാനയിലുണ്ട്. ഇപ്പം എനിക്ക് വീടിൻ്റെ അടുത്തുള്ള എനിക്കറിയാവുന്ന നമ്മുടെ 2 പേര്, ഭാര്യയും ഭർത്താവും അവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് ഹരിയാനയിൽ. ചോദിച്ചപ്പോൾ പറയുന്നത് ഇവിടെ സ്റ്റൈഫൻഡ് ഇല്ല, നാട്ടിൽ പഠിച്ചിട്ട് ഹരിയാനയിൽ പോയി ജോലി ചെയ്യാണ്. എന്താ ചോദിച്ചപ്പോൾ സ്റ്റൈഫൻഡ് ഇല്ല, അവിടെ നിന്ന് സ്റ്റൈഫൻഡ് ഉണ്ട്. ശരിയാണ്. ഇവിടുത്തെ ജീവിത ചെലവും അവിടുത്തെ ചോദിച്ചാൽ വലിയ വ്യത്യാസമുണ്ട്. അവിടെ പെട്രോളിനൊക്കെ 96-97 രൂപ കൊടുത്താൽ മതി, ഇവിടെ 107 രൂപ കൊടുക്കണം. അങ്ങനെ എല്ലാ കാര്യത്തിലും നല്ല രീതിയിൽ ചിലവാണ് ഇവിടെ. അനാവശ്യമായ ചിലവ്. ഈവൻ ID കാർഡിന് വരെ ഇവിടെ 250 രൂപ നമ്മൾ കോളേജിൽ അടയ്ക്കണം. അത്ര ഗതികെട്ട ഒരു സിസ്റ്റമാണ് കേരളത്തിലുള്ളത്. അത് ചോദിക്കാനും പറയാനും ഇവിടെ സ്റ്റുഡൻറ് സംഘടന ഒന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഈ SFIക്കാരെന്ന് പറയുന്നത് അവരുടെ പേഴ്സണൽ ഗെയിന് വേണ്ടിയാണ് ഇപ്പോൾ അവർ ആ സംഘടനയുടെ ടോപ്പിൽ ഇരിക്കുന്നത്. ഞാൻ എത്ര തവണ പറഞ്ഞു ആ പുള്ളിക്കാരുടെ അടുത്ത്, ഇപ്പോൾ ഉള്ള പ്രസിഡന്റ് പലതവണ പറഞ്ഞു, നമുക്ക് ഈ ഒരു ദിവസം സ്ട്രൈക്ക് കൊണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല. മെറിയക്കുട്ടി അമ്മ അവർക്ക് പെൻഷൻ കിട്ടാതിരുന്നപ്പോൾ ചെയ്ത ഒരു സ്ട്രൈക്ക് ഉണ്ട്, പിച്ചച്ചട്ടി എടുത്ത് ഇറങ്ങുന്നത്. അങ്ങനെ ചെയ്യും. നമുക്ക് എന്തെങ്കിലും സിമ്പിൾ വെച്ചിട്ട് വർക്ക് ചെയ്യാം. ജോലി ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും സിംബോളിക്കായിട്ട് മുഖത്ത് എന്തെങ്കിലും ബ്ലഡ് തേച്ചിട്ടോ ഒരു ചുവന്ന കളർ തേച്ചിട്ടോ അല്ലെങ്കിൽ കരി തേച്ചിട്ടോ അങ്ങനെ എന്തൊക്കെ സമരത്തിന് ഒരുപാട് നല്ല മുറകളുണ്ട്. ഒരു ദിവസം നമ്മൾ എടുത്തിട്ട് ടോട്ടലി വേസ്റ്റ് ചെയ്ത് ആബ്സെൻറ്റ് ചെയ്ത് കളയേണ്ട ആവശ്യമൊന്നും ഇന്നത്തെ കാലത്ത്. അതിനേക്കാളും ഇത് നമുക്ക് പ്രൊട്ടസ്റ്റ് ചെയ്ത് നമ്മുടെ ആവശ്യങ്ങൾ നേടുക്കാം. നമ്മുടെ മീൻസ് എൻ്റെതല്ല, എനിക്ക് ഇതിന് യാതൊരു ആവശ്യമില്ല. ഇത് കഴിയുമ്പോൾ അടുത്ത ജൂനിയേഴ്സ് വരും, അവർക്ക് വേണ്ടിയാണ്. അതായത് 1 വർഷം കഴിഞ്ഞു. എൻ്റെയൊക്കെ സീനിയേഴ്സ് അന്ന് സമരം ചെയ്തവരിത് തേർഡ് ഇയറാണ്. അവർക്ക് ഇനി ഇത് ചെയ്യേണ്ട ആവശ്യം കൂടിയില്ല. സോ ഞാനിത് പറയുന്നത് ഇനി വരാൻ പോണ കുട്ടികൾക്ക് വേണ്ടിയാണ്. അവരെങ്കിലും സ്വസ്ഥമായിട്ട് ജീവിക്കുക. കാരണം PG എടുക്കുന്ന മോസ്റ്റ്ലി ഇന്ന് 27 ഒരു ഫാമിലി മെമ്പർ തന്നെയാണ്. അവർക്ക് ഇവിടെ ജീവിക്കുന്ന വളരെ ബുദ്ധിമുട്ടുണ്ട് ഇന്നത്തെ കാലത്ത്. ഈ ഒരു ചെറിയൊരു സ്റ്റൈഫൻഡ് വെച്ചോണ്ട് എനിക്ക് മനസ്സിലാവും. അതും നോൺ ക്ലിനിക്ക്, ഞാനൊക്കെ നോൺ ക്ലിനിക്കാണ്. നോൺ ക്ലിനിക്കാർ ഇത്രയും വലിയ ഫീസ് അടയ്ക്കേണ്ട ആവശ്യം തോന്നുന്നു. ഇത് കഴിഞ്ഞാൽ ഇവരാരെങ്കിലും ജോലി വെച്ചേക്കുന്ന ഒരു ജോലിയില്ല ഇവിടെ. അതിനുള്ള യാതൊരു ഒരു സിസ്റ്റവും ഇവിടെ ഇല്ല. കേരളത്തിലില്ല. കേരളത്തിൽ പുറത്ത് പോയിട്ടില്ല നമ്മുടെ ജോലിക്ക്. ആ ഒരു അവസ്ഥ. അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത്. പിന്നെ കേരളത്തിൻ്റെ അകത്തുള്ള ആൾക്കാർക്ക് ഒരു ചിന്തയുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ദുബായി പോകാത്ത, പണ്ടൊരു കോമഡി പറയാനുണ്ടല്ലോ, ദുബായി പോയിട്ടില്ല അപ്പം ദുബായ് ഇല്ലേ. അത് കണക്കാണ് അവരുടെ അവസ്ഥ. കേരളമാണ് അവർക്ക് ഏറ്റവും വലിയ സ്വർഗം കണക്കാണ് അവർ വിചാരം. പക്ഷേ കേരളത്തിലെ കണക്ക് ആൾക്കാർ വേറെ എങ്ങും ഇല്ലെന്ന്. കേരളത്തിലെക്കാളും ഏറ്റവും നീറ്റ് ആൻഡ് ക്ലീൻ സിറ്റിയാണ് മധ്യപ്രദേശിലെ ഇൻഡോറിലൊക്കെ ഉള്ളത്. അത് ആദ്യമേ ഒരു തവണയെങ്കിലും പോയി കാണണം. അപ്പം മനസ്സിലാവും എന്താണ് സിറ്റി, എങ്ങനെയാണ് ഡെവലപ്മെൻ്റ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ. സോ എനിക്ക് കൂടുതലൊന്നും പറയാറില്ല. ഒറ്റ കാര്യം പറയാനുള്ളൂ, നമ്മുടെ കേരള PG അസോസിയേഷൻ വേസ്റ്റാണ്, ഒരു ഉപയോഗവുമില്ല. ഈ ഇടയ്ക്ക് ഞാൻ മെസ്സേജ് അയച്ചപ്പോൾ പുള്ളിക്കാരൻ നമ്മുടെ ഫിനാൻസ് മിനിസ്റ്ററുമായിട്ട് ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ എല്ലാം ശരിയാക്കുമെന്ന്. ഇത്തവണത്തെ സ്റ്റൈഫൻഡും എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇനി ഈ മാസം നടക്കത്തില്ലേ, അടുത്ത മാസം പിള്ളേർക്ക് ഈ മാസം തന്നെയാണ് നമ്മുടെ നീറ്റിൻ്റെ PG എക്സാം. അടുത്ത മാസം റിസൾട്ട് വരും. അതിൻ്റെ അടുത്ത മാസം അവർക്ക് അലോട്ട്മെൻറ്റ് തുടങ്ങും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർഷവും ഒരു വിധത്തിലുള്ള ചേഞ്ചും ഇതിനകത്തില്ലെന്ന് അർത്ഥം. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ ഫീസ് അടയ്ക്കത്തില്ല. എനിക്ക് ഇവിടെ രജിസ്ട്രേഷൻ കിട്ടിയിട്ടുമില്ല. ഞാൻ എന്തായാലും ഫീസ് അടയ്ക്കാനും പോകണ്ട. നിങ്ങൾക്ക് എന്നെ കളയാനും കളഞ്ഞു, എനിക്ക് സന്തോഷമേ ഉള്ളൂ. പ്രത്യേകിച്ച് ഇവിടെ കാര്യമില്ല. കാരണം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് അസോസിയേറ്റ് പ്രൊഫസേഴ്സ് പോലുമില്ല. സോ അത് വെച്ചോണ്ട് ഇതിന് റെക്കഗ്നൈസേഷൻ ഒന്നും കിട്ടത്തില്ല. കേരളത്തിലുള്ള മിക്ക കോളേജിൻ്റെ അവസ്ഥ ഇതാണ്. കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് ഓർമ്മ നിൽക്കാതില്ല, ആലപ്പുഴയും കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിലെ PGയുടെ സീറ്റുകൾ വെട്ടിക്കുറച്ചു. പല PG റെക്കഗ്നേഷൻ പോയി. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനഫായിട്ട് അവിടെ സ്റ്റാഫ് ഇല്ലാത്തതുകൊണ്ടാണ്. അതേ അവസ്ഥ ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലും ഉണ്ട്, വേറെ പല ഡിപ്പാർട്ട്മെൻറ്റിലും ഉണ്ട്. അവിടെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ, അസോസിയേറ്റ് പ്രൊഫസർ, അങ്ങനെ പല തസ്തികയും ഇപ്പോഴും വേക്കൻ്റ് ആയി കിടക്കുകയാണ്. സോ എനിക്കൊരു കാര്യം പറയാനുള്ളൂ, എന്തായാലും നമ്മുടെ സംഘടന എന്ന് പറയുന്നത് കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്, ഫ്യൂച്ചർ കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷമാണ് ഇതിൻ്റെ സമരത്തിന് വേണ്ടി പങ്കെടുത്ത എൻ്റെ സീനിയേഴ്സ് ആൾക്കാർ ഇപ്പോൾ തേർഡ് ഇയറാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പം അടുത്ത വർഷം തേർഡ് ഇയർ ആവാൻ പോകുന്ന ആൾക്കാരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ വലിയ കാര്യമില്ല. അവർക്ക് ഇനി എക്സാമായി അവരുടെ സർട്ടിഫിക്കറ്റ് കിട്ടി അവരുടെ ലൈഫ് കഴിഞ്ഞു. PG ലൈഫ് കഴിഞ്ഞു.
ഞാൻ ഈ പറയുന്നതൊക്കെ ഇനി വരാൻ പോണ കുട്ടികൾ അവരുടെ ലൈഫിന് വേണ്ടിയാണ്. അത് മനസ്സിലാക്കി പ്രവർത്തിക്കുക. പിന്നെ ഇതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. കാരണം SFI ആണ്. ആൾറെഡി എനിക്ക് ഒരുപാട് ത്രെട്ടൻസ് ഉണ്ട്. എന്നാൽ ഒരു കടയുമായി ബന്ധപ്പെട്ട് ഒരുപാട് നാളായി അതിൻ്റെ ഒരു പുറകെ നടക്കുന്നു. അപ്പം ഇവിടുത്തെ ലോക്കൽ ആൾക്കാരും അങ്ങ് ദുബായിൽ നിന്ന് വരെ എനിക്ക് അടി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും മോർച്ചറിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വലിയ പേടിയില്ല. അതുകൊണ്ട് ഇതും വലിയ പേടിയില്ലാന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു.